Good morning, dear students. Welcome to research methodology class. In this class, we are discussing about sampling and statistical inference part 2. So, sampling and statistical inference. We have to discuss a lot of things in connection with this. First one, sampling distribution. Distribution of a statistic may not be the same of the distribution of population. നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സാമ്പിളിൻ്റെ പാരാമീറ്റേഴ്സ് ആണ്. അപ്പം പോപ്പുലേഷൻ്റെയും സാമ്പിളിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂസ് അത് സെയിം ആയിക്കോണമെന്നില്ല. അപ്പോൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എ സർട്ടൻ നമ്പർ ഓഫ് സാമ്പിൾസ് ഫ്രം എ സർട്ടൻ നമ്പർ ഓഫ് സാമ്പിൾസ് വി കാൽക്കുലേറ്റ് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സെട്ര. അപ്പോൾ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത സാമ്പിൾസിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന മീനും സ്റ്റാൻഡേർഡ്, അതാണ് നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ഈച്ച് സാമ്പിൾ മേ ഹാവ് ഇറ്റ്സ് ഓൺ വാല്യൂ ഫോർ ദ സ്റ്റാറ്റിസ്റ്റിക് അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ പർട്ടിക്കുലർ സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ നമ്മളെ സാമ്പിൾ, നമ്മളെ ഈ പോപ്പുലേഷൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈച്ച് സാമ്പിൾ മേ ഹാവ് ഇറ്റ്സ് ഓൺ വാല്യൂ ഫോർ ദ സ്റ്റാറ്റിസ്റ്റിക് അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ അതിന് മീനോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ ഉണ്ടാവാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അക്കോർഡിംഗ്ലി വി ഹാവ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ ഓർ ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സെട്ര. അപ്പം സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിൾസിൻ്റെ എന്താ പറയുക, ആ സാമ്പിൾസിൻ്റെ അതിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക് അതിൻ്റെ ഇത് നമ്മളൊരു ഡിസ്ട്രിബ്യൂഷനാക്കി പ്രസൻറ്റ് ചെയ്യുന്നതാണെന്ന് പറയുന്നത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി അതുമായി ബന്ധപ്പെട്ട് വേറൊരു കൺസെപ്റ്റാണ് നോർമൽ. ഇതൊക്കെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ബെൽ ഷേപ്പ് ഓഫ് ദ ഹിസ്റ്റോഗ്രാം. അപ്പോൾ ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഒരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബെൽ ഷേപ്പിലാണ് അത് വരിക. അപ്പം ഇൻ മെനി സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ ഗിവൺ ഡാറ്റ ഹാസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ അതിനുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ വി ഹാവ് ടു വെരിഫൈ വെദർ ദ distribution is a normal one or a normal distribution. But normal distribution can be used to model any variable taking values provided the values on the variable have a bell-shaped histogram. അപ്പോൾ അതൊരു ബെൽ ഷേപ്ഡ് ഹിസ്റ്റോഗ്രാമിൽ ആണെങ്കിൽ ആണ് നമ്മളതിനെ എന്തെന്ന് പറയുക, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. അപ്പം ഇഫ് ദ വേരിയബിൾ ബിലോങ്സ് ടു എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, the distribution should be in a bell-shaped histogram. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബെൽ ഷേപ്ഡ് ഒരു ഗ്രാഫായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന ഡാറ്റ, അതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ. അപ്പോൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ പറയുമ്പോൾ refers to the probability list of all possible means of random samples of a given size that we take from the population. It is a list of all possible means of random samples of a given size of population taken for the study. If samples are taken from normal population, the sampling distribution will also be normal. So if it is from a normal distribution, the samples will also be normal. But sampling is from a population which is not normal, skewed, positively or negatively skewed. Even then, the central limit theorem, the sampling distribution of mean tends to quite closer to normal distribution if the number of samples is large. 30ൽ കൂടുതലാണ് നമ്മുടെ സാമ്പിൾ എങ്കിൽ ചെറിയ സ്ക്യൂനെസ് ഉണ്ടെങ്കിലും അത് എന്തായിരിക്കും, അത് നോർമൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് ബട്ട് സാമ്പിളിംഗ് ഈസ് ഫ്രം എ പോപ്പുലേഷൻ വിച്ച് ഇസ് നോട്ട് നോർമൽ ആൻഡ് the size of sample is more than 30, then
it will show the features of a normal distribution. ഇനി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രപ്പോർഷൻ. അപ്പം പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർ ബൈ ആട്രിബ്യൂട്ട്. നമുക്ക് ക്വാളിറ്റേറ്റീവ് കൺസെപ്റ്റിലുള്ള ആട്രിബ്യൂട്ട്. ഇഫ് എ പോപ്പുലേഷൻ ഇസ് ഡിവൈഡ് ഇൻ ടു ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് കളക്റ്റീവ്ലി എക്സോസ്റ്റീവ് ക്ലാസ്സസ്, അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് കളക്റ്റീവ്ലി എക്സോസ്റ്റീവ് ക്ലാസ്സസ്. അതിന് എക്സാമ്പിൾ ഇപ്പോൾ വൺ ക്ലാസ് പൊസസിങ് എ പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് വൈൽ അതർ ക്ലാസ് നോട്ട് പൊസസിങ് ദാറ്റ് ആട്രിബ്യൂട്ട്. ഫോർ എക്സാമ്പിൾ, people in a city is divided into two, smokers and non-smokers. അപ്പം അവിടെ ഒന്ന് ഉള്ളവർ മറ്റേതിൽ വരത്തില്ല, ഒരു ഗ്രൂപ്പിലുള്ളവർ ഓട്ടോമാറ്റിക്കായിട്ട് അതർ ഗ്രൂപ്പിൽ വരില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ദ ആക്ച്വൽ പ്രപ്പോർഷൻ ഓഫ് ദ പീപ്പിൾ പൊസസിങ് ദ സ്പെസിഫൈഡ് ആട്രിബ്യൂട്ട്, നമ്പർ ഓഫ് പീപ്പിൾ ഔട്ട് ഓഫ് n പൊസസിങ് എ പർട്ടിക്കുലർ ആട്രിബ്യൂട്ട്, അതായത് സിഗ്മ ഈക്വൽസ് എക്സ് ഡിവൈഡഡ് ബൈ n ഈക്വൽസ് ആക്ച്വൽ പ്രപ്പോർഷൻ ഓഫ് പീപ്പിൾ possessing the specified attribute. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് സ്റ്റുഡൻറ്റ് ടി ഡിസ്ട്രിബ്യൂഷൻ. നമുക്കറിയാം സ്റ്റുഡൻറ്റ് ടെസ്റ്റാണ്. അപ്പം വെൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ലെസ് ദാൻ 30 വി യൂസ് ടി ടെസ്റ്റ്, സ്റ്റുഡൻറ്റ് ടി ടെസ്റ്റ്. അതായത് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റുഡൻറ്റ് ടി ടെസ്റ്റ്. ആസ് സാമ്പിൾ സൈസ് ഗെറ്റ്സ് ലാർജർ, the shape of t-test becomes approximately equal to normal distribution. അപ്പോൾ സ്റ്റുഡൻറ്റ് ടി ടെസ്റ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി വെൻ ദ സാമ്പിൾ സൈസ് ഈസ് ലെസ് ദാൻ 30. ഇനി കൈ സ്ക്വയർ ടെസ്റ്റ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കൈ സ്ക്വയർ ടെസ്റ്റ് അതായത് വെൻ വി ഡീൽ വിത്ത് കളക്ഷൻസ് ഓഫ് വാല്യൂസ് ദാറ്റ് ഇൻവോൾവ് ആഡിങ് അപ്പ് സ്ക്വയേഴ്സ്. ഇപ്പോൾ വേരിയൻസ് ഓഫ് സാമ്പിൾസ് റിക്വയർ ആസ് to add a collection of squared quantities, and thus we have distribution that are related to chi-square distribution. അപ്പോൾ നമ്മൾ ഈ വേരിയേഷൻസ് അതിൻ്റെ സ്ക്വയർ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും ആക്ച്വൽ ഫ്രീക്വൻസിയും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വേരിയേഷൻസ് മെഷർ ചെയ്യുന്ന സമയത്ത് ടെസ്റ്റിംഗ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണത് കൈ സ്ക്വയർ ടെസ്റ്റ്. അപ്പോൾ കൈ സ്ക്വയർ ടെസ്റ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ for testing independence of attributes അല്ലെങ്കിൽ testing goodness of fit. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വേറൊരു കൺസെപ്റ്റാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. The number of independent observations which make up a statistic is known as degrees of freedom associated with that statistic. അതാണ് the number of independent observations which make up a statistic is known as degrees of freedom associated with that statistic. Degrees of freedom is the number of values in the final calculation of a statistic that are free to vary. That is degrees of freedom of a statistic. Well, number of independent observations minus number of parameters estimated. About degrees of freedom എന്ന് പറയുന്നത് number of independent observations which make up a statistic is known as degrees of freedom. In standard error, അതുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. സ്റ്റാൻഡേർഡ് എറർ is a measure of variability in different values of sample mean is given by the standard error of the sample mean. It is a measure of variability in different values of sample mean is given by the standard error of a sample. Standard error is a statistic and standard deviation of its sampling distribution. Standard error plays an important role in the statistical hypothesis testing and interval estimation. It gives us reliability and precision for the estimate. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ കുറയുന്നതനുസരിച്ചിരിക്കുന്നു നമ്മുടെ റിലയബിലിറ്റിയും പ്രസിഷനും. Smaller the standard error, greater the uniformity, greater the reliability. Higher the standard error, vice versa. Standard error decreases with the sample size increases. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, sample size should be large, should be more than 30. Otherwise there may be so many issues. അപ്പം ലാർജ് സൈസ് സാമ്പിൾ വരുമ്പം അതിലുണ്ടാകുന്ന എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒന്ന് രണ്ട് ക്ലാസ്സും കൂടി ഉണ്ടാവും. നമ്മൾ നാളെ മറ്റന്നാളായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷനിലേക്ക് പോകും. ഓക്കെ, താങ്ക് യു.